സോ ഒന്നാമതായിട്ട് IPL എടുക്കുമ്പോൾ നമ്മൾ എക്ടോപ്പിക്കിനുള്ള റിസ്ക് കുറച്ച് കൂടുതലാണ്. എക്ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മൾ യൂട്രസിന് വെളിയിൽ ഗർഭധാരണം സംഭവിക്കുക. അപ്പം അത് ട്യൂബൽ എക്ടോപ്പിക് പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ കുറച്ചുകൂടെ സാധ്യത കൂടുതലാണ് IPL എടുത്തതിന് ശേഷം ഇൻ കേസ് പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ. രണ്ടാമതൊന്ന് നമുക്ക് യൂട്രസിനകത്താണ് കുഞ്ഞ് ഫോം ആയിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് പ്രഗ്നൻസി നോർമലായിട്ട് തന്നെ കണ്ടിന്യൂ ആയി പോകാനും പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞ് ആകാനും സാധ്യതയുണ്ട്. ബട്ട് യൂഷ്വലി നമ്മൾ പറയാറുണ്ട് ലൈക്ക് ഓൾ ഓർ നൺ ഫിനോമിനൻ എന്നൊരു ഇത് പറയാറുണ്ട്. അതായത് ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞ് പീരീഡ്സ് ആകുന്നവരെ മേജർ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള മരുന്നുകളൊക്കെയാണ് നമ്മൾ എടുത്തേക്കുന്നതെങ്കിൽ മിക്കവാറും അബോർഷനായി തന്നെ പോകും. ഓക്കെ. അതേപോലെ വേറൊരു കാരണം വെച്ചാൽ ഈ IPL സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകാറുള്ളത്? IPL റെഗുലർലി ഉപയോഗിക്കുന്നത് ഒട്ടും അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ IPL എടുക്കുമ്പോൾ നമ്മുടെ ഓവുലേഷൻ ആ ഒരു സൈക്കിളില്ലേ അത് മൊത്തത്തിൽ ചേഞ്ച് ആവും. സോ നമ്മുടെ സൈക്കിൾസ് ഒക്കെ ഫുൾ ഇറഗുലർ ആകാനും അതേപോലെ ചിലപ്പോൾ പോളിമെനോറിയ അല്ലെങ്കിൽ ഫ്രീക്വൻറ്റ് സൈക്കിൾസ് വരാനും ഹെവി ബ്ലീഡിങ് ആകാനും ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടി അപ്പോൾ പ്ലാനിങ് ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ഐഡിയൽ ടു യൂസ് എ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് IPL. റെഗുലർലി IPL എടുത്ത് നമ്മുടെ ഇങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂട്ടുന്നതിലും ഒരു റെഗുലർ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്, അതിപ്പോൾ ചിലപ്പോൾ ബാരിയർ കോൺട്രാസെപ്റ്റീവ്സ് കോണ്ടം പോലെ ആവാം, ഇനി അതല്ല കോപ്പർട്ടി പോലെയുള്ള യൂട്രൈൻ ഡിവൈസസ് ഉണ്ട്, അതും കൂടി ഉപയോഗിക്കാം. സോ അതാകുമ്പോൾ നമുക്കൊരു പ്ലാനിങ്ങിന്, അതായത് ഒരു കുഞ്ഞിന് ശേഷം നമുക്ക് കോപ്പർട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഈവൻ 10 years നമുക്ക് യൂസ് ചെയ്യാം. സോ വെനെവർ യു വാണ്ട് ടു പ്ലാൻ ആൻ നെക്സ്റ്റ് പ്രഗ്നൻസി, അപ്പോൾ ഇത് റിമൂവ് ചെയ്തിട്ട് യു ക്യാൻ നമുക്ക് പ്ലാൻ ചെയ്ത് അടുത്ത ഗർഭധാരണം സാധ്യമാണ്. ഓക്കെ. സോ ഫ്രീക്വൻറ്റ് IPL യൂസേജ് എപ്പോഴും അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്.